കുട്ടികൾക്കിടയിലാണ് നമ്മുടെ കൂടുതലായിട്ടും പ്രവർത്തനം. സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര എന്ന പേരിൽ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് നടത്തുന്നൊരു പരിപാടിയുണ്ട്. നാവ് നന്നായാൽ നാം നന്നായി, നാം നന്നായാൽ വീട് നന്നായി, വീട് നന്നായാൽ നാട് നന്നായി, നാട് നന്നായാൽ ലോകവും നന്നായി എന്നാണ്. എനിക്ക് ദുഃഖമുണ്ട് എൻ്റെ ഇന്ത്യ നന്നായിടാത്തതിൽ, എനിക്ക് നാണമില്ല എൻ്റെ ഇന്ത്യ ഞാനും നന്നാക്കിയിടാത്തതിൽ. പ്രഭാഷണത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ പുസ്തകത്തിൻ്റെ 1000 കോപ്പികൾ വിറ്റഴിഞ്ഞു. അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച് അടുത്ത 2ാമത്തെ എഡിഷൻ നോക്കി. അവരതിൻ്റെ പ്രകാശനം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊരു പ്രസിദ്ധീകരണ യോഗ്യമല്ല, ഇങ്ങനെ ഒരു പുസ്തകം ആളിൽ പ്രയോജനം ചെയ്യില്ല എന്നുള്ള ഒട്ടനവധി അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. നന്നായിരിക്കുന്നുവെന്ന് DC-യുടെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. പക്ഷേ ഈ ഫ്രെയിം വിട്ട് ചാടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വേറിട്ടതാകുന്നത്. തികച്ചും ഒരു സാധാരണ കുടുംബമാണ് മരിച്ചുപോയി. എൻ്റെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന ജീവിത അനുഭവങ്ങളാണ്. മുന്നോട്ട് പഠിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. 3 ഡിഗ്രി കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസം അവിടെ വെച്ച് സ്റ്റോപ്പായി. പഠിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അങ്ങനെ ഒരു അധ്യാപകനെ എടുത്ത് ഞങ്ങളൊരു 7 പേര് കൂടി നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ്. എലൈറ്റ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നുള്ള പേരിൽ അടിമാലിൻ്റെ ഒരു സ്ഥാപനം, ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ ബോർഡൊക്കെ വെച്ച് ഞങ്ങൾ 7 പേര് ഈ സ്ഥാപനം ആരംഭിച്ച് അവിടെ പഠനം ആരംഭിച്ചു. ഏതാണ്ട് 92 ഡിസംബർ മാസത്തിലാണ് നളന്ദ ബുക്ക് സ്റ്റാൾ എന്ന പേരിൽ വളരെ ചെറിയൊരു സ്ഥാപനമായിരുന്നു. അവിടെ 135 രൂപയാണ് ആദ്യത്തെ ദിവസത്തെ കച്ചവടം. ബുക്ക് സ്റ്റാൾ എന്നാണ് പേരെങ്കിലും ഓഫീസ് സ്റ്റേഷനറി ആണ് കൂടുതലായിട്ട് വിൽക്കുന്നത്. നോട്ട്ബുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റി കിട്ടില്ല. പ്രത്യേകിച്ചും സീസണിലേക്കുള്ള ബുക്കുകളൊക്കെ വളരെ നേരത്തെ എടുത്തു വയ്ക്കണം. അവരുമായിട്ട് നമുക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയും. മാനേജർ എന്നോട് ചോദിച്ചു എന്ത് ബിസിനസ് ആരംഭിക്കാനാണ്. അങ്ങനെ നോട്ട്ബുക്കിൻ്റെ ഒരു യൂണിറ്റായിരുന്നു. നോട്ട്ബുക്കിൻ്റെ യൂണിറ്റൊന്നും ഇവിടെ വിജയിക്കില്ല. എന്തായാലും ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇടുക്കിയിലാകുവാനും നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ചില സ്ഥാപനങ്ങൾക്ക്, എറണാകുളത്ത് ചില സ്ഥാപനങ്ങൾക്കൊക്കെ നോട്ട്ബുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 135 രൂപ ആണ് ആദ്യ ദിവസത്തെ കച്ചവടം ഉണ്ടായത്. അതിൽ നമുക്ക് ഒരുപാട് മുന്നോട്ടൊരു ആവറേജ് ഒരു 3 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ബിസിനസ്സിൽ പ്രതിദിനം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ CF രജികുമാർ. ഇടുക്കി അടിമാലിയാണ് സ്വദേശം. ചെറിയ ബിസിനസ്സുണ്ട്. കൂടാതെ ഒരു നോട്ട്ബുക്കിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. കുറച്ച് കൃഷി, കുറച്ച് എഴുതും, സംസാരിക്കും. കുട്ടികൾക്കിടയിലാണ് നമ്മുടെ കൂടുതലായിട്ടും പ്രവർത്തനം. നാവ് നന്നായാൽ നാം നന്നായി, നാം നന്നായാൽ വീട് നന്നായി, വീട് നന്നായാൽ നാട് നന്നായി, നാട് നന്നായാൽ ലോകവും നന്നായി എന്നാണ്. തീർച്ചയായിട്ടും കുട്ടികളിലാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര എന്ന പേരിൽ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് നടത്തുന്നൊരു പരിപാടിയുണ്ട്. അത് പ്രയാണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ 9 വർഷങ്ങളിലായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര ദേശാഭിമാനികളെക്കുറിച്ച് ഏതാണ്ട് 1,15,000 കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഈ പരിപാടി പ്രധാനമായിട്ടും കുട്ടികൾക്കിടയിലേക്ക് നമ്മുടെ നാടിനു വേണ്ടി ജീവിച്ച ഒരുപാട് മനുഷ്യരുടെ ഒരു നേർചിത്രം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയും മനുഷ്യരുണ്ടായിരുന്നോ എന്ന് കുട്ടികൾ ചിന്തിക്കുകയും ഒപ്പം അവർക്കൊരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാവുകയും അവർ നാടിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ നാട്ടിലെ പല ജീർണിച്ച കാര്യങ്ങളെയും നേരെയും വിരൽ ചൂണ്ടുകയും അതിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് ദുഃഖമുണ്ട് എൻ്റെ ഇന്ത്യ നന്നായിടാത്തതിൽ, എനിക്ക് നാണമില്ല എൻ്റെ ഇന്ത്യ ഞാനും നന്നാക്കിയിടാത്തതിൽ എന്ന ഒരു ചിന്ത അവരിലേക്ക് കൊടുക്കുകയാണ്. കുഞ്ഞുങ്ങളിൽ ദേശസ്നേഹം വളർത്തിയെടുക്കുക, ഒപ്പം നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മളാലാവും വിധം ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രയാണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്ന് ഈ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു നേർചിത്രം, അതിൻ്റെ ഒരു കുറച്ച് വർത്തമാനങ്ങൾ മാത്രമാണ്. പ്രസംഗം എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടും എൻ്റെ ഒരു പ്രൊഫഷൻ.
പ്രഭാഷണത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രസംഗിക്കാമെന്നുള്ളതാണ് ആ പുസ്തകത്തിൻ്റെ ഒരു ഇതിവൃത്തം. പ്രഭാഷകൻ്റെ പണിപ്പുര. ഇത് അടിമാലി കോനാട്ട് പബ്ലിക്കേഷനാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഏതാണ്ട് വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ തന്നെ പുസ്തകത്തിൻ്റെ 1000 കോപ്പികൾ വിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച് അടുത്ത 2ാമത്തെ എഡിഷൻ ഇറക്കി. അത് ലിബി പബ്ലിക്കേഷൻ കോഴിക്കോടാണ് അതിൻ്റെ പ്രസിദ്ധീകരിച്ചത്. അവരതിൻ്റെ പ്രകാശനം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ്. എങ്ങനെ പ്രസംഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ്. ഇത് വളരെ അവിചാരിതമായിട്ടാണ് എഴുതേണ്ടി വന്നത്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് എൻ്റെ സുഹൃത്ത് ശ്രീ സത്യൻ കോനാട്ട്, അദ്ദേഹം പലപ്പോഴും പറയും, എന്നോടൊരു പുസ്തകം എഴുതണം, അത് പ്രസംഗത്തെക്കുറിച്ച്. ഞാൻ എഴുതാം എന്നിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരിക്കലിങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് പോയി സംസാരിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം എന്നോട് പോരുന്ന വഴിക്ക് പറഞ്ഞു, പ്രഭാഷകൻ്റെ പണിപ്പുര എന്ന പേരിലൊരു പുസ്തകം എഴുതണം. ഞാൻ പെട്ടെന്ന് തന്നെ എന്നെ വല്ലാതെ ക്യാച്ച് ചെയ്ത പേര്. അങ്ങനെ ആ പുസ്തകം ഞാൻ എഴുതാമെന്ന് അദ്ദേഹത്തോട് സമ്മതിക്കുകയും അത് 2 മാസത്തിന് ശേഷം മാർച്ച് മാസം നമുക്ക് പുറത്തിറക്കാമെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു പത്രത്തിൽ, പച്ച എന്ന പത്രത്തിൽ, ഇങ്ങനെ CS രജികുമാറിൻ്റെ പുതിയ പുസ്തകം പ്രഭാഷകൻ്റെ പണിപ്പുര ഇന്ന ദിവസം പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ കാര്യം വെറുതെ സംസാരിച്ചോ പറഞ്ഞതാണെങ്കിലും എനിക്ക് പിന്നെ പിന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കം. എന്തായാലും ഈ പുസ്തകം എഴുതി കോനാട്ട് പബ്ലിക്കേഷനാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഈ പുസ്തകം ഒരു ഫ്രെയിമിൽ നിന്നല്ല എഴുതിയത്. പ്രസംഗത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ മാർക്കറ്റിൽ അവൈലബിളാണ്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായൊരു പുസ്തകമായിരുന്നു. കാരണം എൻ്റെ ജീവിത അനുഭവങ്ങൾ, പല വേദികളിലും ഞാൻ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ, ചില വീഴ്ചകൾ, പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പലപ്പോഴും പ്രസംഗിക്കാൻ വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം അനുഭവങ്ങൾ വളരെ പ്രയോജനം ചെയ്യും. ഈ പുസ്തകം എഴുതി ഞാൻ പലരെയും കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇതൊരു പ്രസിദ്ധീകരണ യോഗ്യമല്ല, ഇങ്ങനെ ഒരു പുസ്തകം ആളുകൾക്ക് പ്രയോജനം ചെയ്യില്ല എന്നുള്ള ഒട്ടനവധി അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു. പക്ഷേ ഇത് കോനാട്ട് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ 1000 കോപ്പികൾ വിറ്റുപോയി. അപ്പോൾ ഇതിന് വലിയ സാധ്യതയുണ്ടല്ലോ, ആളുകൾ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി ലിബി പബ്ലിക്കേഷൻ കോഴിക്കോട് ശ്രീ അക്ബർ, അദ്ദേഹം ആണ് ഈ പുസ്തകം 2ാമത്തെ എഡിഷൻ പ്രസിദ്ധീകരിച്ചത്. ഈ 2ാമത്തെ എഡിഷൻ പ്രസിദ്ധീകരിക്കുന്നത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചിട്ടാണ്. ഈ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ പങ്കെടുക്കാനും അവിടെ പുസ്തകം പ്രകാശനം ചെയ്യാനും അപ്പോൾ അവിടെ സംസാരിക്കാനും ഒക്കെ ഒരു അവസരമുണ്ട്. അതൊരു വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നുകയാണ്. അവിടെ ശ്രീ നവാസ് മീരാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുകയും, എന്തായാലും പുസ്തകം 3ാമത്തെ എഡിഷനും ലിബി പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ആണ് DC ബുക്സ് ഈ പുസ്തകം ഏറ്റെടുക്കുന്നത്. അവരുമായി സംസാരിച്ചപ്പോൾ അവരതിൻ്റെ റോയൽറ്റി സംസാരിക്കാൻ വേണ്ടി തന്നെ അവരുടെ ഓഫീസിലേക്ക് വിളിക്കുകയാണ്. അതൊരു വലിയ സന്തോഷമായി. കാരണം ഇത് പ്രസിദ്ധീകരണ യോഗ്യമല്ലെന്ന് പലരും പറഞ്ഞപ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പുസ്തകം നന്നായിരിക്കുന്നുവെന്ന് DCയുടെ എഡിറ്റോറിയൽ ബോർഡിൽ നിന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി. എന്തായാലും പുസ്തകം DC പ്രസിദ്ധീകരിച്ചു. ഈ 5ാമത്തെ എഡിഷൻ ഇറങ്ങുകയാണ്. റോയൽറ്റിയൊക്കെ ലഭിക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലായ്പ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് അതിനൊരു ഫ്രെയിമുണ്ട്. ആ ഫ്രെയിമിൽ നിന്ന് ചെയ്യാനാണ് മുതിർന്ന ആളുകളൊക്കെ നമ്മളോട് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഫ്രെയിം വിട്ട് ചാടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വേറിട്ടതാകുന്നത്. ഈ അനൻ കക്കാടിൻ്റെ വഴി വെട്ടുന്നവരോടെന്നൊരു കവിതയുണ്ട്. ഇരുവഴിയിൽ പെരുവഴി നന്നേ അതുവഴിയേ പോ ചങ്ങാതി, പെരുവഴി നിൻ മുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നെങ്കിൽ പലതുണ്ടേ ദുരിതങ്ങൾ. 2 വഴികളുണ്ടെങ്കിൽ അതിൽ പെരിയ വഴി, പഴയ വഴിയിലൂടെ പോകുന്നതാണ് ഉചിതം. അവിടെ കല്ലില്ല, മുള്ളില്ല, കുപ്പിച്ചിലില്ല, പാമ്പില്ല, പഴുതാരയില്ല. പക്ഷെ പുതിയ വഴി നീ വെട്ടാൻ ആഗ്രഹിച്ചാൽ, നീ വേറിട്ട ചിന്തകളുണ്ടായാൽ അവിടെ പല പല തടസ്സങ്ങളെ നേരിടേണ്ടി വരും. ഈ തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയാൽ ആ വഴിയിൽ നിൻ്റെ കാൽപാദങ്ങൾ പതിയും. പഴയ വഴിയിലൂടെ നീ എത്ര നടന്നാലും നിൻ്റെ കാൽപാദങ്ങൾ പതിയില്ല. അപ്പോൾ വേറിട്ട ചിന്തകൾ പലപ്പോഴും വിജയിക്കണമെന്നില്ല, പക്ഷേ വിജയിച്ചാൽ അതൊരു അടയാളപ്പെടുത്തലായിരിക്കും. അപ്പോൾ ഒന്നിനും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഫ്രെയിമിൽ ഇങ്ങനെ ഒന്നും ചാടണമെന്നില്ല. വ്യത്യസ്തമായ ചിന്തകളുണ്ടാകുക. ഈ ഒരു കണ്ണില്ലാത്തൊരു രാജാവ് അദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ അദ്ദേഹം നാട്ടിൽ ഉള്ള കലാകാരന്മാരെല്ലാം വിളിച്ചു വരുത്തി.
ഒരുപാട് ആർട്ടിസ്റ്റുകളെത്തി. അതിൽ 3 പേരെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അവരദ്ദേഹത്തിൻ്റെ ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു. ആദ്യത്തെ ആൾ 2 കണ്ണുമുള്ള മനോഹരമായ ഒരു രാജാവിനെ വരച്ച് കൊടുത്തു. രണ്ടാമത്തെ ആൾ വരച്ചത് ഒരു യഥാർത്ഥ ചിത്രമാണ്, ഒരു കണ്ണില്ലാത്ത രാജാവിനെയാണ്. മൂന്നാമത്തെ ആൾ വരച്ചത് രാജാവ് ഒരു കണ്ണ് അടച്ചു പിടിച്ച് അമ്പ ചെയ്യുന്നൊരു ചിത്രമാണ്. അപ്പോൾ ഇതാണ് വ്യത്യസ്തമായ ചിന്തകൾ കുട്ടികളിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഈ പുസ്തകം ഇന്നിപ്പോൾ തമിഴിലേക്ക് നമുക്ക് അതിൻ്റെ 2ാം പതിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. ഒപ്പം ഇംഗ്ലീഷിലേക്ക് അടുത്ത മാസം 19-ാം തീയതി അതിൻ്റെ പ്രകാശനം നടക്കും. കെ ജയകുമാർ സാറാണ് എൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഡൽഹിയിലുള്ള KC തോമസ് എന്ന സാറാണ് അദ്ദേഹം ആ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിത് പറഞ്ഞു വന്നത് ഇടുക്കിയുടെ ഒരു കുഗ്രാമത്തിൽ, കുഗ്രാമം എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നതെങ്കിലും ഞങ്ങൾ ഇടുക്കിക്കാരെ സംബന്ധിച്ച് ഇതൊരു സുഗ്രാമമാണ്, നല്ല ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ നിന്നും ഒരു പുസ്തകം എഴുതി അത് നമുക്ക് ലോകത്തിലാകമാനം ഇപ്പോൾ DC ബുക്സ് ഏകദേശം ഒരു 40,000-ത്തിലധികം കോപ്പികൾ ഇതിൻ്റെ വിറ്റഴിക്കപ്പെട്ടു. DCയുടെ റെഫറൻസ് ബുക്കായിട്ട് ഇത് മാറി, പഠന ഗ്രന്ഥമായിട്ട്. ഈ പുസ്തകം എഴുതി ഇതിനെ പരുവപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ആൻ്റണി മുനിയറ ഉൾപ്പെടെ സത്യൻ കോനാട്ട് ഉൾപ്പെടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരുപാട് പേജുകൾ ഞങ്ങൾ വെട്ടി ലളിതമാക്കി, ഒരുപാട് ഇതിൻ്റെ വലിപ്പം കുറച്ചു. അപ്പോൾ ലളിതമാക്കിയെങ്കിൽ മാത്രമേ കുട്ടികൾക്കിടയിലേക്ക് ഈ പുസ്തകം എത്തൂ എന്നാണ് അന്ന് ഞങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്, അവരെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ ഇത് DCയുടെ റെഫറൻസ് ബുക്കാക്കി എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ ഒരു കാര്യത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രസംഗത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രസംഗം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. പിന്നെ ഇത് ആകർഷകമായി സംസാരിച്ചാൽ കുറച്ച് നേരമൊക്കെ ആളുകൾ കേട്ടിരിക്കുക. ഞാനങ്ങനെ വലിയൊരു പ്രസംഗകനൊന്നും ആയിരുന്നില്ല. പക്ഷേ പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് വലിയ താല്പര്യമായിരുന്നു. അഴീക്കോട് മാഷിൻ്റെയൊക്കെ പ്രസംഗം കേൾക്കാൻ എവിടെയുണ്ടെങ്കിലും പോയി കേൾക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ തുടക്കം എങ്ങനെയായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ JSSൻ്റെ ജൂനിയർ ചേംബർ ഇൻ്റർനാഷണലിൻ്റെ പ്രസംഗ പരിശീലന കളരിയിൽ പങ്കെടുക്കുകയും ഒന്നല്ല ഒട്ടനവധി തവണ പങ്കെടുത്തു. അതിനുശേഷം ആണ് കേരളത്തിലെ പ്രസംഗ പരിശീലന കളരി JSSന് നടക്കുന്നതും. ആ പരിപാടിയിൽ പങ്കെടുത്ത് അതിൽ പാസ്സായി. പിന്നെ കുട്ടികൾക്കിടയിലൂടെ പ്രസംഗ പരിശീലനം 5000-ത്തോളം കുട്ടികളുടെ ഫീഡ്ബാക്ക് വേണമായിരുന്നു ആ പരിപാടി പൂർത്തീകരിക്കണം. അങ്ങനെ അടിമാലിയിലെ സമാന്തര കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി സംസാരിച്ച് അവരുടെ എല്ലാ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് കൊടുത്തു. കൂടാതെ വളരെ ഒരു വഴിത്തിരിവ് ഈ കാര്യത്തിൽ, ഒരിക്കൽ അടിമാലിയിലുള്ള ഒരു സബ് ഇൻസ്പെക്ടറുടെ പുസ്തകം തിരുവനന്തപുരത്ത് വെച്ച് പ്രകാശനം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കും. തിരുവനന്തപുരത്ത് SPC സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിൻ്റെ ഒരു ക്യാമ്പിൽ, സ്റ്റേറ്റ് ക്യാമ്പിൽ വെച്ച് ഈ പുസ്തകം P. വിജയൻ സാറ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ചെയ്യാമെന്ന് ഏൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ അടിമാലിയിൽ നിന്ന് ഞങ്ങൾ 2 പേര് ഈ പരിപാടിയിൽ പ്രസംഗിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തിന് പോവുകയാണ്. അപ്പോൾ 1 മണിക്കൂർ സമയമാണ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. 1/2 മണിക്കൂർ വീതം സംസാരിക്കുക എന്നുള്ളതാണ്. അവിടെ ചെല്ലുന്നു. 6 മണിക്കാണ് സമയം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. പക്ഷേ 6 മണിക്ക് സമയം കിട്ടിയില്ല. 7 മണിയായി, കിട്ടിയില്ല. 8 മണിയായി, വലിയ തിരക്കാണ്. 2000-ത്തിലധികം വരുന്ന ഓഡിയൻസ് ഉണ്ട്. ആ സമയമായപ്പോഴേക്കും വിജയൻ സാർ പറഞ്ഞു, നിങ്ങൾക്ക് 1/2 മണിക്കൂറെ അനുവദിക്കാൻ പറ്റൂ. 8 മണി കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും വന്ന് പറഞ്ഞു, നിങ്ങൾക്കൊരു 10-20 മിനിറ്റ് കൂടുതൽ അനുവദിക്കാൻ പറ്റില്ല. എന്തായാലും 9:30 ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ അവസരം കിട്ടി. ഈ പുസ്തക പ്രകാശന ചടങ്ങിന് മൊത്തം അനുവദിച്ചിരിക്കുന്നത് 10 മിനിറ്റാണ്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, നീട്ടിക്കൊണ്ട് പോകരുത്. അങ്ങനെ ഈ 10 മിനിറ്റ് കിട്ടി. ഞങ്ങൾ 2 പേര് 5 മിനിറ്റ് വീതം സംസാരിക്കാമെന്ന് വിചാരിച്ചു. വേദിയിലേക്ക് കയറുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, നീട്ടരുത് എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ 1.5 മിനിറ്റാണ് അവിടെ സംസാരിച്ചുള്ളൂ. 1.5 മിനിറ്റ് സംസാരിച്ച് അങ്ങ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ അദ്ദേഹം സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിർത്തല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സോറിയൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോയി. സ്റ്റേജിൽ നിന്ന് ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇറങ്ങിപ്പോയി. അപ്പോൾ കാരണം അടുത്ത പരിപാടി നടക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോടൊപ്പം ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങളിങ്ങനെ ഇടുക്കി ജില്ലയിൽ നിന്നാണ് എന്ന് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ നിന്നാണല്ലേ? ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും അതൊരു വല്ലാത്ത അനുഭവമായിപ്പോയി. പ്രത്യേകിച്ചും വിജയൻ സാറിനെ പോലുള്ള ആളുകളുടെ ഒരു അഭിനന്ദനം. അദ്ദേഹം ക്യാബിൽ കൊണ്ടുപോയി ചായയൊക്കെ വാങ്ങി തന്ന് ഈ SPCയുടെ സ്റ്റേറ്റ് ക്യാമ്പിൽ ഉള്ള ചാർജുള്ള SPനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇവരെ നാളെ ഇവിടെ ക്ലാസ് എടുത്തിട്ട് വിടാവൂ, നാളത്തെ ഒരു സെഷൻ ഇവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന്. അപ്പോൾ എന്തായാലും അന്ന് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നു.
അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും അടുത്ത വർഷം ഇവർ ക്ലാസ് എടുക്കാനിവിടെ ഉണ്ടാകണമെന്ന്. അങ്ങനെയാണ് ഈ സ്റ്റേറ്റ് ക്യാമ്പിൽ നമുക്കൊരവസരം കിട്ടുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ നിന്നൊക്കെ നമുക്കങ്ങനെ കിട്ടുന്ന ഒരു വലിയ നേട്ടമായിട്ട് കാണാൻ കഴിയും. അതാണ് പ്രസംഗത്തെ സംബന്ധിച്ച്. എന്തായാലും 2000-ത്തിലധികം വരുന്ന വേദികളിൽ ഇപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആളുകളിൽ നിന്നൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്കിടയിൽ SPCയുടെ ഒരു സ്റ്റേറ്റ് ലെവലിലെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ജനമൈത്രി പോലീസ്, ICDS, ഈസ്റ്റേൺ കോണ്ടിമെൻറ്റ്സ് എൻ്റെ സ്റ്റാഫിന്, അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ ഇത്രയും കാലമായിട്ട് ഇത്രമാത്രമൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടക്കകാലം എന്ന് പറയുന്നത് എനിക്ക് അടിമാലിയാണ്. ഇവിടെ ഈ സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. തികച്ചും ഒരു സാധാരണ കുടുംബമാണ്. അച്ഛൻ എനിക്ക് ഒരു 11 വയസ്സുള്ള അച്ഛൻ മരിച്ചുപോയി. എൻ്റെ ജീവിതത്തിൻ്റെ പൊള്ളുന്ന ജീവിത അനുഭവങ്ങളാണ്. മുന്നോട്ട് പഠിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും 10th കഴിഞ്ഞ് പ്രീ ഡിഗ്രി പൂർത്തിയാകുന്നതിന് മുമ്പ് സ്റ്റോപ്പായി. അത് സയൻസ് ഗ്രൂപ്പായിരുന്നു. പിന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ലാബിലൊക്കെയുള്ള പഠനങ്ങളൊക്കെ അധ്യാപകർ സ്പെഷ്യൽ ക്ലാസ് എടുത്താണ് എനിക്ക് അതിൻ്റെ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. എന്തായാലും അത് കഴിഞ്ഞു. പഠിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ വീട്ടിൽ നിന്ന് പോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല, വീട്ടിലാണില്ലാത്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഗ്രി കറസ്പോണ്ടൻസ് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതിനും നടന്നില്ല. പിന്നെ അങ്ങനെയാണ് അടിമാലിയിലുള്ള ഒരു സമാന്തര കോളേജ്, വിക്ടറി കോളേജിൽ എക്കണോമിക്സ്, ആദ്യം BCom-നാണ് ചേർന്നത്. ഈ BCom ഒക്കെ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുമെന്നുള്ളൊരു തോന്നലായിരുന്നു പറ്റിയത്. പക്ഷേ അത് സാധിച്ചില്ല. കാരണം എനിക്ക് കണക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ആളാണ്. അങ്ങനെ എക്കണോമിക്സിന് ചേർന്നു. അവിടെ നിന്ന് എക്കണോമിക്സ് ഡിഗ്രി പാസ്സായി. കൂടെ ബിസിനസ് ഉണ്ട്. അതിനുശേഷവും പഠിക്കണമെന്നുള്ള വലിയ ആഗ്രഹമാണ്. പക്ഷെ ഇവിടെ PG ഇല്ല. അങ്ങനെ ഒരു അധ്യാപകനെ എടുത്ത് ഞങ്ങളൊരു 7 പേര് കൂടി നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ്. എലൈറ്റ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് എന്നുള്ള പേരിൽ അടിമാലിലൊരു സ്ഥാപനം, ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ ബോർഡൊക്കെ വെച്ച് ഞങ്ങൾ 7 പേര് ഈ സ്ഥാപനം ആരംഭിച്ച് അവിടെ പഠനം ആരംഭിച്ചു. അത് ഇടയ്ക്ക് വെച്ച് ഈ അധ്യാപകൻ ഞങ്ങൾ ഇട്ടിട്ട് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും അനാഥരായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിക്ടറി കോളേജിലെ ഏലിയാസ് സാറിനോട് പോയി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സാറ് അവിടെ PG സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ അവിടെ പഠിച്ചു. എന്തായാലും ഈ കൂടെ എല്ലാം ബിസിനസ്സുണ്ട്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോകുമ്പോഴും പഠിക്കണമെന്നുള്ളൊരാഗ്രഹം ഇങ്ങനെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. അടുത്ത കാലത്താണ് MSW ചെയ്തത്. അപ്പോൾ പഠനം എപ്പോഴും ഗാന്ധിജി പറഞ്ഞതുപോലെ ഇന്ന് മരിച്ചു പോകുമെന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിക്കുക, എക്കാലത്തും ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ച് പഠിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ്. പഠനം നമുക്കൊരിക്കലും അവസാനിക്കുന്നില്ല. പലപ്പോഴും ചില കുട്ടികളോട് ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ പഠിച്ചെല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ശരി വരും, കാരണം പഠനം തീരുന്നില്ലല്ലോ. അപ്പോൾ അതാണ് ജീവിതത്തിൻ്റെ ഒരു പഠനകാലം. ഏതാണ്ട് 92 ഡിസംബർ മാസത്തിലാണ് നളന്ദ ബുക്ക് സ്റ്റാൾ എന്ന പേരിൽ വളരെ ചെറിയൊരു സ്ഥാപനം ആരംഭിക്കുക. ഞാൻ ഓർക്കുകയാണ്, ഒരാൾ നടത്തിക്കൊണ്ടിരുന്നൊരു കട വിലക്കെടുക്കുകയായിരുന്നു. അവിടെ 135 രൂപയാണ് ആദ്യത്തെ ദിവസത്തെ കച്ചവടം. അത് കഴിഞ്ഞ് അതിങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് ബുക്ക് സ്റ്റാൾ എന്നാണ് പേരെങ്കിലും ഓഫീസ് സ്റ്റേഷനറി ആണ് കൂടുതലായിട്ട് വിൽക്കുന്നത്. അത് പതുക്കെ മെച്ചപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നോട്ട്ബുക്കുകളാണ് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ആ കാലത്ത്. ഇപ്പോൾ നോട്ട്ബുക്ക് സപ്ലൈ ചെയ്യുന്ന ആലുവയിലുള്ള ഒരു സ്ഥാപനമാണ്. അവർ ചെറിയ കടയ്ക്കൊന്നും കൊടുക്കില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ചെറിയ കടകൾക്ക് കൊടുക്കും. അപ്പോൾ അവരിൽ നിന്ന് ബുക്കെടുത്ത് നേരിട്ട് നമുക്ക് കിട്ടില്ല. മറ്റുള്ള ആളുകളിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ ചെറിയ വ്യത്യാസം വരും റേറ്റിൽ. പക്ഷെ അത് ലാഭം എടുക്കാതെ തന്നെ കുറച്ച് കാലം അവരിറക്കി കൊടുത്തിരിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങി ഞാൻ വിറ്റു. വോളിയം കൂടുതൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവരെനിക്ക് നേരിട്ട് തരാൻ തുടങ്ങുമ്പോഴും ഇന്നത്തെ പോലല്ല, നോട്ട്ബുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റി കിട്ടില്ല.
പ്രത്യേകിച്ചും സീസണിലേക്കുള്ള ബുക്കുകളൊക്കെ വളരെ നേരത്തെ എടുത്തു വയ്ക്കണം. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് വിൽക്കാനുള്ള ബുക്കുകൾ ഏതാണ്ട് അതിൻ്റെ തലേ വർഷം ഡിസംബറിലെ നമ്മൾ വാങ്ങി വയ്ക്കണം. അപ്പോൾ അതിന് ഒരുപാട് പണം വേണം. എങ്കിൽ പോലും ആളുകളെല്ലാം ഇത് വാങ്ങി വയ്ക്കുന്ന ഒരു സാഹചര്യം. വിൽക്കുന്ന ആളുകൾക്ക് വലിയ ഡിമാൻഡാണ്. അപ്പം ഞാനങ്ങനെ ഇരിക്കുമ്പോൾ കുന്നംകുളത്ത് ഒരു സ്ഥാപനത്തിൽ പോയി. അന്നത്തെ കാലത്ത് വലിയൊരു പർച്ചേസിങ് നടത്തി. ഒരു ലോറിയായിട്ട് പോയി വലിയ പർച്ചേസിങ് നടത്തി. ഞാൻ പർച്ചേസ് ചെയ്യാൻ അവിടെ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടില്ല. അവിടെ വലിയ തിരക്കുമാണ്. അപ്പോൾ അവർ ആ കടയിൽ എല്ലാവർക്കും ചായ കൊണ്ടുവന്നു. തിരക്കുകാരനാണ് ആഹാരം കഴിക്കാത്തത്. പക്ഷേ ആ സമയത്ത് അവർ ആ നിൽക്കുന്ന ഏതാണ്ട് 3-4 കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് ആർക്കും ചായ കൊടുക്കാതെ അവരുടെ കൗണ്ടറിൽ മാത്രം ചായ കൊടുക്കും. ഞാൻ ആലോചിച്ചു, എന്തൊരു ബിസിനസ്സാണ്. ഏതാണ്ട് അന്നത്തെ കാലത്ത് 3.25 ലക്ഷം രൂപയുടെ ഒരു പർച്ചേസിങ് ആണ് നടത്തുക. വലിയ എമൗണ്ടാണ്. ഇവർക്കൊരു ചായ പോലും കൊടുക്കാത്തൊരു സെയിൽസ്മാൻ. ഇതിൽ സെയിൽസ്മാൻഷിപ്പില്ല. എന്നിട്ട് ഇവർക്ക് നല്ല ബിസിനസ് നടക്കുന്നു. എന്തുകൊണ്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങിക്കൂടാ? അങ്ങനെയാണ് ഈ നോട്ട്ബുക്കിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോട്. ഈ നോട്ട്ബുക്കിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് അടിമാലിൽ ആരംഭിക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമാണ്. ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല. കാരണം നമ്മൾ ഏറ്റുമുട്ടേണ്ടി വരുന്നത് കുന്നംകുളംകാരുമായിട്ടാണ്. കുന്നംകുളംകാരെന്ന് പറയുന്നത് ബിസിനസ്സിൽ അഗ്രഗണ്യന്മാരാണ്. അവരുമായിട്ട് നമുക്ക് മത്സരിച്ച് ജയിക്കാൻ കഴിയില്ല. ഞാൻ അന്നത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഇതിൻ്റെ ഒരു വായ്പ ആവശ്യത്തിന് വേണ്ടി, നോട്ട്ബുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി, വായ്പ എടുക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ മാനേജർ എന്നോട് ചോദിച്ചു, എന്ത് ബിസിനസ് ആരംഭിക്കാനാണ്? അങ്ങനെ നോട്ട്ബുക്കിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിക്കാൻ. നോട്ട്ബുക്കിൻ്റെ യൂണിറ്റൊന്നും ഇവിടെ വിജയിക്കില്ല. എന്നെ നിരുത്സാഹപ്പെടുത്തി. ഞാൻ പറഞ്ഞു, വിജയിക്കുമോ വിജയിക്കില്ലോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ട. ഞാൻ നിങ്ങൾക്ക് കൊളാട്രൽ സെക്യൂരിറ്റി തന്നിട്ടാണ് ലോൺ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്, എന്നെ നിങ്ങൾ ഈ ബിസിനസ് പഠിപ്പിക്കേണ്ടത്. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചൽപ്പത്തേന്. എന്തായാലും എൻ്റെ ഒരു താല്പര്യം അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെടുത്തി. അദ്ദേഹം എന്നെ ക്യാബിനിൽ വിളിച്ചിരുത്തി സംസാരിച്ചു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഞാൻ യോജിച്ചില്ല. ഞാൻ അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ലോൺ എടുത്തത്. എന്തായാലും ആ ബിസിനസ് ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇടുക്കിയിലാകുവാനും നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ചില സ്ഥാപനങ്ങൾക്ക്, എറണാകുളത്ത് ചില സ്ഥാപനങ്ങൾക്കൊക്കെ നോട്ട്ബുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. പെർഫെക്റ്റ് ബൈൻഡിങ്ങിൽ നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നവരിന്ന് കേരളത്തിൽ കുറവാണ്. എല്ലാവരും ക്ലിപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങൾ പെർഫെക്റ്റ് ബൈൻഡിങ് തന്നെ ആണ് സ്വീകരിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയുള്ള നോട്ട്ബുക്കുകളാണ് വളരെ വിലക്കുറവിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ വൻകിടക്കാർ ITC പോലുള്ള അല്ലെങ്കിൽ ക്യാമലിൻ പോലുള്ള വൻകിടക്കാരുമായിട്ടൊക്കെ വലിയ കോമ്പറ്റീഷനുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ബിസിനസ്സിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. ബിസിനസ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങി. അത് 1992 ഡിസംബറിലാണ് ആരംഭിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ട് അവിടെ നമ്മൾ ഹോൾസെയിലിലേക്ക് വരികയും മൊത്ത വിതരണ രംഗത്ത് ഇന്ന് ഇടുക്കി ജില്ലയിൽ ആകമാനം നമുക്ക് ആഴ്ചയിൽ കവർ ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട്. ഒട്ടനവധി ഐറ്റങ്ങളുടെ ഇപ്പോൾ വിതരണക്കാരായി മാറാനും ഓഫീസ് സ്റ്റേഷനറി സാധനങ്ങളുടെ കാര്യത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും ലീഡിങ് ഷോപ്പായിട്ട് മാറാനും ഒക്കെ നമുക്ക് കഴിയും. ക്യാമൽ, ഫെവിക്കോള്, നടരാജ, അപ്സര, അതുപോലെ പാർക്കർ, സെല്ലോ, ക്ലാസ്മേറ്റ്, ഇവരുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അപ്പോൾ ഇത് നമുക്കൊരു ഭാഗത്ത് നമ്മൾ ബിസിനസ് ആരംഭിച്ചാൽ അത് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കൂടുതൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഇന്നിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 135 രൂപ ആണ് ആദ്യ ദിവസത്തെ കച്ചവടം ഉണ്ടായിരുന്നത്. അതിൽ നമുക്ക് ഒരുപാട് മുന്നോട്ടൊരു ആവറേജ് ഒരു 3 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ബിസിനസ്സിൽ പ്രതിദിനം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ അതിശയങ്ങളൊന്നുമില്ല. നമുക്ക് കൃത്യത, വ്യക്തത ഒക്കെയാണ് നമ്മൾ ബിസിനസ്സിൽ. കൃത്യം 8 മണിക്ക് തന്നെ തുറക്കും സ്ഥാപനം. 8 മണിക്ക് ആണ് ക്ലോസ് ചെയ്യുള്ളൂ. ഈ കാര്യത്തിൽ ഒക്കെ കൃത്യത പാലിക്കാറുണ്ട്. ഇന്ന് സ്വന്തം ബിൽഡിങ്ങിലേക്ക്, അടിമാലി ടൗണിൽ സ്വന്തം ബിൽഡിങ്ങിലേക്ക് നമുക്ക് ബിസിനസ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ തുടക്ക സ്ഥാപനം ഇപ്പോഴും അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ സ്ഥാപനത്തിലേക്ക് മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 30ഓളം വരുന്ന തൊഴിലാളികൾ നമ്മുടെ അടുത്ത് മൊത്തത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. വ്യാപാര രംഗത്തേക്ക് ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, വ്യാപാരത്തിലേക്ക് വരുമ്പോൾ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പം ഞങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന വായ്പയെ സംബന്ധിച്ചിട്ടാണ്. അപ്പം അന്ന് ബാങ്കുകാരെ സംബന്ധിച്ച് പൊതുവെ ഇതിനകത്ത് ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ കടയിൽ വന്നിട്ട് ഒരു പേന മേടിച്ചതിന് 5 രൂപയാണെങ്കിൽ അപ്പോൾ 10 പേന മേടിച്ചാൽ നമ്മളത് 40 രൂപയ്ക്ക് കൊടുക്കും. മറിച്ച് ബാങ്കിൽ അങ്ങനെയല്ല. 1 ലക്ഷം രൂപ ലോൺ എടുത്താൽ നിങ്ങൾക്ക് 9% ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപ എടുത്താൽ 12% കൃത്യമായി തിരിച്ചടയ്ക്കുന്നവരെ സംബന്ധിച്ച് യാതൊരു ബെനിഫിറ്റും ഇല്ല. തിരിച്ചടയ്ക്കാത്തവരെ സംബന്ധിച്ച് അവർ സെറ്റിൽമെൻറ്റിൽ അവർക്ക് പണം കുറച്ച് കൊടുക്കും. ഇതൊക്കെ ബാങ്കിങ് രംഗത്തെ ഒരു വലിയ വിരോധാഭാസമാണ്. ഇത് പറഞ്ഞു വരുന്നത്, ബാങ്കുകൾ പലപ്പോഴും ഒരു ബിസിനസ് രംഗത്ത് നമ്മൾ പ്രതിസന്ധിയെ നേരിടുമ്പോൾ സഹായിക്കുന്ന ഒരു മനോഭാവമല്ല. ഒരു സ്ഥാപനം പ്രതിസന്ധിയെ നേരിടുന്നുണ്ടെന്ന് കണ്ടാൽ അവരെത്രയും പെട്ടെന്ന് അവർ കൊടുത്തിരിക്കുന്ന ലോൺ വസൂലാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. എന്നാൽ അദ്ദേഹത്തെ എങ്ങനെ രക്ഷിച്ചു കൊണ്ടുവരാമെന്നുള്ളൊരു ശ്രമം ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാറില്ല. ആ സഹായ മനോഭാവം അല്ലെങ്കിൽ അവരെ ഒന്ന് പഠിച്ച് ചെയ്യാനുള്ള ഒരു രീതി ഉണ്ടാവില്ല. പലപ്പോഴും ഒരു 10 ലക്ഷം രൂപ ആവശ്യമുള്ളൊരു ബിസിനസ് സ്ഥാപനത്തെ സംബന്ധിച്ച് അതിൽ 5 ലക്ഷം രൂപ അവരുടെ ഓൺ ഫണ്ട് ഉണ്ടാവും. ബാങ്കിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു 5 ലക്ഷം രൂപ ലോൺ കൊടുക്കേണ്ട സ്ഥാനത്ത് അവർ 3 ലക്ഷം രൂപയായി കുറയ്ക്കും. അവരാവശ്യപ്പെടുന്ന തുക കൊടുക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ 2 ലക്ഷം രൂപ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വായ്പ എടുക്കുകയാണ്. അതിന് അമിതമായ പലിശയായി. അങ്ങനെ ഈ ബിസിനസ് പ്രതിസന്ധിയിലേക്കാണ് വരും. ഇന്ന് പഠിച്ച് ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നില്ല അക്കാലത്ത്. പക്ഷെ ഇന്നൊക്കെ മാറി. ഇന്ന് സ്ഥിതിഗതികളൊക്കെ മാറി. ഞാനിപ്പോഴും ഓർക്കുകയാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നൊരു ലോൺ എടുക്കാൻ വേണ്ടി 50,000 രൂപ ലോണാണ്. ഒരുപാട് നടന്ന് അവർ പറഞ്ഞ പേപ്പറുകളെല്ലാം റെഡിയാക്കി കൊടുത്ത് അവസാനം എനിക്ക് പൈസ കിട്ടേണ്ട സമയമായിരിക്കുമ്പോൾ അവിടുത്തെ ടൈപ്പിസ്റ്റ് ഇല്ല ബോണ്ട് ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ അന്ന് കലാറുട്ടി റോഡിൽ കണ്ണാട്ട് ബിൽഡിങ്സിലാണ് ബാങ്ക് ഇരിക്കുന്നത്, അപ്സ്റ്റെയറിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ടൈപ്പ് ചെയ്യാൻ സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യണമെങ്കിൽ അവിടുത്തെ മെഷീനിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അത് ഫാസിറ്റിൻ്റെ മെഷീനിലല്ല ഞാൻ പഠിച്ചിരിക്കും, ഞാൻ ഗോദ്രേജിൻ്റെ മെഷീനിൽ. ടീച്ചർ എൻ്റെ മെഷീൻ ചുവന്ന് ബാങ്കിൽ കയറ്റി അവിടെ ഇരുന്ന് ആ ബോണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും, വേറൊരാൾ വന്നിട്ട് എനിക്ക് ടൈപ്പ് ചെയ്ത് തരാൻ മതി. അപ്പോൾ അന്നത്തെ ഒരു ലോൺ എടുക്കാനുള്ളൊരു കഷ്ടപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നതൊക്കെ മാറി. അന്ന് ലോൺ എടുക്കാൻ വേണ്ടി നമ്മൾ വില കൂടിയ വസ്ത്രവും ആടയാഭരണങ്ങളും ഒക്കെ ഇട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് വാനായിരുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം. അല്ലെങ്കിൽ മുന്തിയിനം വാഹനത്തിൽ ചെന്നിറങ്ങുക. ഇന്നത് വേണ്ട. നിങ്ങൾ കീറി പറഞ്ഞ് ഷർട്ടിട്ട് ചെന്നാലും, നിങ്ങൾ എത്ര ചെറിയ വാഹനത്തിൽ ചെന്നാലും നിങ്ങളുടെ ഈ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒന്നും നോക്കില്ല. അവരപ്പോൾ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ നോക്കും. നിങ്ങളുടെ സിബിൽ സ്കോർ എത്രയാണെന്ന് അവർക്കറിയുന്നത്. എനിക്ക് പുതിയ തലമുറയിലുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ കൃത്യത പാലിക്കുക. വാങ്ങുന്ന കാര്യത്തിലും കൊടുക്കുന്ന കാര്യത്തിലും ഒക്കെ കൃത്യത പാലിക്കുക. കൃത്യമായി സ്ഥാപനം തുറക്കുക. സ്ഥാപനം തുറക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ സമയം പാലിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബിസിനസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കരുത്. ഏത് സമയത്ത് നിങ്ങളുടെ സ്ഥാപനം തുറക്കുമെന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ബോധ്യമുണ്ടാകും. ഈ സമയത്ത് ചെന്നാൽ ആ സ്ഥാപനം തുറന്നിരിക്കും. ആ സ്ഥാപനത്തിൽ ബിസിനസ് ഇല്ലെങ്കിലും ഈ സമയത്ത് ചെന്നാൽ അവിടെ വരെ അത് ഉണ്ടായിരിക്കും, അത് അടയ്ക്കില്ല. ആ ഒരു ചിന്തയുണ്ട്. പിന്നെ നമ്മൾ വിൽക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും വില കുറച്ച് അവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുക. അതിൻ്റെ ഉൽപ്പാദന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങാമെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങുക. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഗുണനിലവാരമുള്ള സാധനങ്ങൾ ഉപഭോക്താക്കളിലെത്തിക്കാൻ നമുക്ക് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ആ വ്യാപാരം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളെ കച്ചവടക്കാരെന്ന് വിളിക്കില്ല, അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു സ്ഥാപനമായി മാറും. ഒപ്പം സാമ്പത്തിക കാര്യങ്ങളിലും തികഞ്ഞ അച്ചടക്കം പാലിക്കണം. നമ്മുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലുമൊക്കെ ആ ഒരു കൃത്യത പാലിക്കണം.
എത്ര പണമില്ലെങ്കിലും കൃത്യം 31-ാം തീയതി ഞാൻ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്ക് കഴിഞ്ഞ 30 വർഷമായിട്ട് ശമ്പളം കൊടുത്തിരിക്കും. അവർക്കൊരു പ്രതീക്ഷയാണ്. കാരണം 30-ാം തീയതി ശമ്പളം കിട്ടും. അതുകൊണ്ട് എനിക്ക് പല ആവശ്യങ്ങളും നടത്താനുണ്ട്. തീർച്ചയായിട്ടും ആ ദിവസം അവരോട് അടുത്ത ദിവസം ആകട്ടെ എന്ന് പറയരുത്. നമുക്ക് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ എന്ത് വിറ്റിട്ടാണെങ്കിലും ആ പണം കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഉൽപ്പന്നം നമ്മളുടെ പക്കൽ നിന്ന് ഒരാൾ വാങ്ങിയാൽ അത് ഏതെങ്കിലും കാര്യത്തിലുള്ള കംപ്ലൈൻറ്റുമായിട്ട് തിരിച്ച് നമ്മളുടെ സമീപിച്ചാൽ അത് നോക്കിയിട്ട് അത് റീസണബിൾ ആണെങ്കിൽ അപ്പം തന്നെ മാറ്റി കൊടുക്കണം. അതിൽ വേറൊന്നും പറയരുത്. ചില ആളുകൾ അങ്ങനെയല്ല. അതിനെക്കുറിച്ച് ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ നിരത്തി ആ കസ്റ്റമേഴ്സിന് അതൃപ്തി ഉണ്ടാക്കിയതിന് ശേഷം അത് മാറിക്കൊടുക്കും. ആ കസ്റ്റമർ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ പണവും പോയി. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇതൊക്കെയാണ് പുതുതായിട്ട് ബിസിനസ്സിൽ ഇറങ്ങാനുള്ളവരോട് എനിക്ക് പറയാനുള്ളത്. നളന്ദ എന്നുള്ള പേര് ഒരുപാട് ആലോചിച്ച് തന്നെ ഇട്ടതാണ്. കാരണം ഇതൊരു പുസ്തകശാലയാണ്, നളന്ദ യൂണിവേഴ്സിറ്റി. ഒപ്പം നളന്ദ എന്ന് പറഞ്ഞാൽ അതിരുകളില്ലാത്തത് എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം. പേര് വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥാപനത്തെ സംബന്ധിച്ച്. പേരുകളൊരു ലളിതമായിരിക്കണം, പെട്ടെന്ന് കേട്ടാൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഉപഭോക്താക്കളുടെ മനസ്സിൽ ആ പേരെപ്പോഴും ഓർത്തു വയ്ക്കാൻ കഴിയുന്നതായിരിക്കണം. അതാണ് നളന്ദ എന്നുള്ള പേര് സ്വീകരിച്ചത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആളുകൾ, നാട് ആ പേര് സ്വീകരിച്ചു എന്ന് തന്നെ വേണം മനസ്സിലാക്കുക. കാർഷിക രംഗത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. അച്ഛനൊക്കെ ആയിട്ട് കൃഷിയായിരുന്നു. അപ്പോൾ എങ്കിലും ബിസിനസ് രംഗത്തേക്ക് ഇത്രയും കാലം വന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു കൃഷിയുടെ രംഗത്തേക്ക് മാറിയ ഒറ്റ കാരണം കൊറോണയാണ്. ഈ കൊറോണ കാലത്ത് കടകളെല്ലാം അടച്ചുപൂട്ടി നമ്മൾ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. കൃഷിസ്ഥലം പുതുതായിട്ട് വാങ്ങിയതാണ്. കൃഷിയോട് വലിയ താല്പര്യമാണ്. കാരണം അഗ്രികൾച്ചറായിട്ട് പഠിച്ചത്. അപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ ഇന്നിപ്പോൾ അഗ്രികൾച്ചർ ഓഫീസർമാരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൃഷിയോട് വലിയ താല്പര്യമുണ്ട്. കൃഷി ഒരു വലിയ സുഖമുള്ളൊരു കാര്യമാണ്. ബിസിനസ് ചെയ്യുന്നത് പോലല്ല കൃഷി. കാരണം കൃഷിയിൽ എന്നും പുതുമയുള്ളതാണ് നമ്മൾ കാണുന്നത്. ഒരു വാഴ നട്ടു, അതിനൊരു പൂമ്പുണ്ടായി, ഇലയുണ്ടായി, അത് കുലച്ചു വരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്നതാണ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ഇപ്പം ശിവരാത്രിയാണ്. ഈ ശിവരാത്രി നാളുകളിൽ ഭഗവാനെ കണി കാണിക്കുന്നത്, അല്ലെങ്കിൽ കണി കാണിക്കാൻ കൊണ്ടുവരുന്നത് ഒരു പശു, ഒരു കിടാവ്, ഒപ്പം കാർഷിക ഉൽപ്പന്നങ്ങളാണ്. ചക്ക, മാങ്ങ, തേങ്ങ ഒക്കെയാണ്. മനുഷ്യനെ കാണുന്നതിന് മുമ്പ് ഭഗവാനെ കണി കാണിക്കുന്നത് അദ്ദേഹം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് കാണുന്നുള്ളൂ. പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ച് 365 ദിവസം കാണുന്നത് ഇതാണ്. ഇപ്പോൾ കർഷകരെപ്പോഴും പോസിറ്റീവ് എനർജി ഉള്ളവരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൃഷിയിലേക്ക് ഇറങ്ങാൻ, ഒരു 50 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണം. കാരണം സമ്പാദ്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ്, ആരോഗ്യമാണ് സമ്പത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ വ്യാപാരത്തിലൂടെയോ വ്യവസായത്തിലൂടെയോ എത്ര പണം ഉണ്ടാക്കിയാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചാൽ ഈ ഉണ്ടാക്കിയ പണമെല്ലാം നമ്മൾ കൊടുത്ത് ആശുപത്രിയിൽ കൊടുക്കും, സംശയമൊന്നുമില്ല. ചികിത്സയ്ക്ക് വേണ്ടി ഇതെല്ലാം വിൽക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യമാണ് സമ്പത്ത് എന്നുള്ളതുകൊണ്ട് ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് കൃഷി. കൃഷിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വലിയൊരു എനർജിയുണ്ട്, സുഖമുണ്ട്. പലപ്പോഴും കൃഷി നഷ്ടമാണെന്ന് പറയുമ്പോഴും ആരോഗ്യമാണ് സമ്പത്ത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൃഷി ലാഭമാണ്. കൃഷി ഇപ്പോൾ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള കൃഷികളുണ്ട്. 100-ലധികം ഫലവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്. 17 ഐറ്റത്തോളം വാഴകളുണ്ട്. 10-13 ഐറ്റം പ്ലാവുണ്ട്. വിവിധ തരം മാവുകളുണ്ട്. അബിയു, അതുപോലെ പുലാസാൻ, മാംഗോസ്റ്റിൻ, സീതപ്പഴം, ഇങ്ങനെയുള്ള പഴങ്ങളൊക്കെ കായ്ച്ചു തുടങ്ങി. വിവിധ വെറൈറ്റികളുള്ള റംബൂട്ടാനുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ അവസാനകാലം, ഇപ്പോൾ റിട്ടയർമെൻറ്റ് പ്രായത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് കുട്ടികളെ, ഈ റിലേ ഓട്ടമാണല്ലോ ബിസിനസ്, ആ ബാറ്റൺ കൈമാറിയിട്ട് അങ്ങോട്ട് മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് എന്നൊരു കോൺസെപ്റ്റിൽ നമുക്ക് കുറച്ച് ഹട്ടുകളുണ്ടാക്കി
സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെല്ലാം കൂടി അവിടെ താമസിക്കണം എന്നതൊരാഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി കോമൺ കിച്ചൺ, അതുപോലെ ഒരു സ്പേസ് ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ചെറിയൊരു ഓഡിറ്റോറിയം, തികച്ചും ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളിലൂടെ അവിടെ തന്നെ ആഹാരം പാകം ചെയ്ത് കഴിച്ച് എഴുത്തും വായനയൊക്കെ ആയിട്ട് തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് മത്സ്യമൊക്കെ അവിടെ തന്നെ, കുളമുണ്ട്, പച്ചക്കറി നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. ഇതാണ് കൃഷി സംബന്ധിച്ച് പറയുന്നത്. കൃഷിയിലേക്ക് ഇറങ്ങുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു ചെറിയ അഭിപ്രായത്തിൽ, കൃഷിസ്ഥലം വാങ്ങിച്ചാൽ അത് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനോടുകൂടി മാത്രമേ കൃഷിക്ക് ഇറങ്ങാവൂ. ആദ്യമായിട്ട് അതിനകത്ത് വഴി വെട്ടണം. വഴിയുള്ള സ്ഥലത്തൂടെ മാത്രമേ നമ്മൾ പോകൂ. വഴിയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൃഷിയിടത്തിലേക്ക് സന്ദർശിക്കൂ. നല്ല വഴിയുണ്ടാകണം. പിന്നെ ഇടങ്ങളിലെല്ലാം തന്നെ അതിനകത്ത് പൂച്ചെടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അകത്തോടെ വിവിധ സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്കിങ്ങനെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ കാണുക, അതുപോലെ ചെറിയ നീരുറവകളൊക്കെ ഉണ്ട്. വലിയ കുറച്ച് ഒരു ഫാം ടൂറിസം അല്ലെങ്കിൽ ഫാം സ്കൂൾ എന്ന് പറയുന്ന ഒരു ചിന്താഗതി വെച്ചുകൊണ്ടാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ കാർഷിക രംഗത്തെക്കുറിച്ച് എനിക്ക് അത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഫാമിലി: ഭാര്യ വിജി രജികുമാർ, മക്കൾ അനന്തു, അഭിമന്യു. ഭാര്യയാണ് ബിസിനസ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോക്കുന്നത്. പലപ്പോഴും വ്യാപാരികൾ അവരുടെ ഭാര്യമാരെ വീട്ടിലിരുത്തിയിട്ടാണ് പോരുന്നത്. ഞാൻ അങ്ങനെയല്ല. ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും, ആദ്യം ഒരു നളന്ദ സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ടായിരുന്നു. ഡാൻസ്, മ്യൂസിക്, ഗിറ്റാർ, തബല, വയലിൻ, കീബോർഡൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 13 വർഷം നടത്തി. അത് ഈ കൊറോണ കാലത്ത് അത് തുടർന്ന് പോയില്ല. അതിൻ്റെ ചാർജായിരുന്നു ഭാര്യയ്ക്ക്. ഇപ്പോൾ ബിസിനസ്സിലാണ് പൂർണ്ണമായിട്ട് നോക്കുന്നത്. എൻ്റെ അസാന്നിധ്യത്തിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് തന്നെ ബിസിനസ് എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കാനും അപ്പം കൃഷിയിലേക്കൊക്കെ ആയിട്ട് മാറിയിരിക്കുകയാണ്. മക്കൾ അനന്തു രജികുമാർ ന്യൂസിലൻഡിലാണ്. സൈക്കോളജി ഇവിടുത്തെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോയത്. അവിടെ PG ചെയ്തു. അപ്പോൾ അവിടെ ജോലി ചെയ്യുകയാണ്. ഒരു ട്രെയിനിങ് രംഗത്തേക്ക് അദ്ദേഹം വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പരിശീലന പരിപാടിയിലേക്ക്. രണ്ടാമത്തെ ആൾ രാജഗിരി കോളേജിലെ BBAക്ക് ഇപ്പോൾ 3-ാം വർഷം പഠിക്കുന്നു. അദ്ദേഹത്തെ ബിസിനസ്സൊക്കെ ഏൽപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കുടുംബം സംബന്ധിച്ച് ഇതാണ്. പലപ്പോഴും ക്ലസ്റ്റർ ഓഫ് തിങ്കിങ്, പല ചിന്താഗതികൾ മനസ്സിലുണ്ടാകരുത്, അല്ലെങ്കിൽ പല മേഖലകളിലേക്ക് പോകരുത് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് മേഖലകളിലെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണം, കഷ്ടപ്പെട്ട് ജോലി ചെയ്യരുത്. ഒരു കാർപ്പൻറ്ററെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് ഒരു ടേബിൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഒരു കൃഷിക്കാരൻ ഒരു ടേബിൾ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഹോബിയാണ്. അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിലേക്ക് ആൾ ഒരു ടേബിൾ ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഹോബിയാണ്. നമ്മൾ മാറി പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ഹോബിയായി മാറും. ഒരു ബിസിനസ്സുകാരൻ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു ഹോബിയായി മാറും. ഒരു ബിസിനസ്സുകാരൻ എഴുത്തുകാരനാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹോബിയായി മാറും. നമ്മൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണം, കഷ്ടപ്പെട്ട് ജോലി ചെയ്യരുത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളും ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയ നന്നായിരിക്കും. പലപ്പോഴും കുട്ടികളുടെ താല്പര്യം അറിഞ്ഞല്ല അവരെ നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പഠിക്കാൻ അയക്കുന്നു. കുട്ടികളുടെ താല്പര്യം അറിഞ്ഞ് വേണം നമ്മൾ വിടാൻ. ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ എത്രമാത്രം എനർജി നമുക്കുണ്ടോ, മെൻ്റൽ എനർജി, അതിൽ നിന്ന് ഒരു പടി കൂടി വേണം ആ ജോലിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. ആ ജോലി ചെയ്ത് തീർക്കുമ്പോൾ നമ്മുടെ എനർജി ലെവൽ അതായിരിക്കും. ഫിസിക്കലി ഒരു പക്ഷേ നമ്മൾ വീക്കാവും, എങ്കിലും അതായിരിക്കും നിങ്ങളുടെ ജോലി. ഒരിക്കലും താല്പര്യമില്ലാത്തതിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോകരുത്. ഒരു കുട്ടി ജനിച്ചു വരുന്നത് തന്നെ എനിക്ക് ആടാനറിയാം, കൈയൊക്കെ ചുരുട്ടി പിടിച്ചാണ് അവർ വരുന്നത്. എനിക്ക് ആടാനറിയാം, പാടാനറിയാം, ചാടാനറിയാം, ഓടാനറിയാം, കളിക്കാനറിയാം, വരയ്ക്കാനറിയാം. ഒത്തിരി സമ്മാന പൊതികളുമായിട്ടാണ് ഈ കുട്ടികൾ വരുന്നത്.
അവരുടെ ഈ കഴിവുകളെയൊക്കെ, ആ ചിറകുകളൊക്കെ അരിഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് കൊണ്ടുപോയി തളയ്ക്കുന്നതല്ല ജീവിതം. അവിടെയാണ് ഈ കുട്ടികൾ പിന്നീട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. ഒരിക്കലും പാടില്ല. ഇപ്പോൾ DC ബുക്സിന് വേണ്ടിയിട്ട് വെറുതെ വിടൂ ഈ കുഞ്ഞുമക്കളെ എന്ന് പറഞ്ഞൊരു പുസ്തകം ഏതാണ്ട് എഴുതി തീർന്നിരിക്കുന്നു. അപ്പോൾ അതിലിങ്ങനെയാണ് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി, ഇപ്പോൾ കുട്ടികളുടെ എന്തെങ്കിലും തരത്തിലുള്ള സർഗ്ഗവാസനകളുണ്ടെങ്കിൽ അതിനെ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. അവന് ഡോക്ടറോ എൻജിനീയറോ സയൻറ്റിസ്റ്റോ ഒന്നും ആക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ല. കാരണം അതിലും എത്രയോ വലുതാണ് ഈ കുഞ്ഞുങ്ങളുടെ ഈ സർഗ്ഗശേഷി. അതൊരു ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും അതിനെ പരിപോഷിപ്പിക്കണം. അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം, ജീവിതവുമായിട്ട് പലപ്പോഴും ബന്ധമില്ലാത്തതാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ വന്നൊരു വാർത്ത, നമ്മുടെ കണക്ക് ബോധന രീതി തെറ്റാണെന്നിപ്പോൾ പഠനം സൂചിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കണക്ക് പഠിപ്പിക്കുന്ന രീതി അത് തെറ്റാണ്. ഇത് എത്രയോ കാലമായിട്ട് നമ്മൾ അറിഞ്ഞാണ്. നമ്മൾ അക്കാഡമിക്കായിട്ട് പഠിച്ച ഒരു കാര്യങ്ങളും ജീവിതത്തിൽ പലപ്പോഴും പ്രയോജനപ്പെടുന്നില്ല. തീറ്റയും ബീറ്റയും ഒന്നും എന്നെ തീറ്റുവാൻ പോറ്റുവാൻ വന്നതില്ല. വൃത്തം പഠിച്ചത് എന്തിനെന്ന് വർത്തമാനത്തിൽ ഞാൻ ചിന്തിച്ചു പോയി. ഉത്തമ സാധാരണ ഗുണിതം ഉത്തരം തന്നില്ലൻ ജീവിതത്തിൽ. ഉത്തരം കിട്ടാതെ ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ പഠിച്ചു. നേടിയതേറെയും എൻ ജീവിതത്തിൽ പാഠമല്ലെന്ന് മനസ്സിലായി. അപ്പോൾ പലപ്പോഴും ഈ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് പലതും നമുക്ക് ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ആവശ്യമായിട്ട് വരുന്നില്ല. 10-25 വർഷം പഠിക്കുന്നത് എത്ര ശതമാനം നമുക്ക് ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, കുട്ടികളെ വെറുതെ വിടുക. വെറുതെ വിടുക എന്ന് പറഞ്ഞാൽ അവർ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാക്കി അവരവരുടെ ഇഷ്ടത്തിന് പോയിക്കോട്ടെ എന്നല്ല, മറിച്ച് അവരവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. തീർച്ചയായിട്ടും അതാണ് എനിക്ക് ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്. അപ്പോൾ ഇത്രയും നേരം ഈ ചെറിയ വർത്തമാനങ്ങൾ പറയാൻ കഴിഞ്ഞതിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എൻ്റെ വിനീതമായ നമസ്കാരം. ഹോപ്പ് യു ഗൈസ് എൻജോയ് അവർ വീഡിയോ. ഇനിയും ഇതേപോലെ നല്ല നല്ല കണ്ടൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഓൾസോ push the bell icon for the notification. I like to be educated, but I'm so frustrated. Hello to my loneliness.